എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മീൻകറിയുടേതാണ്. സ്പെഷ്യലായിട്ടുള്ള ഒരു മീൻകറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ മീൻകറി ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിന്ന് വെക്കുന്നത്. സാധാരണ നമ്മൾ പച്ചത്തേങ്ങ വെച്ചോ ഒക്കെയാണ് നമ്മൾ കറി വെക്കാറുള്ളത്. അതുപോലെ തന്നെ മല്ലിയും മുളകും വറുത്തരച്ചും വെക്കാറുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ കൊപ്രായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചും കൊണ്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള കൊപ്ര അരച്ച മീൻകറിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഞാൻ അയലയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഏത് മീൻ വേണമെങ്കിലും നമുക്കിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്നും മാറ്റിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ചതച്ചെടുക്കുകയാണ്. ഞാൻ അരിഞ്ഞല്ല എടുക്കുന്നത്, ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ നമ്മൾ കീറിയിടുന്നതിനേക്കാൾ ഇതിലെ സത്തെല്ലാം ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് നമ്മുടെ മീൻ കറിക്ക് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഒരു മുറി കൊപ്രയാണ് ഇത് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത്രയും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ 1/4 ഭാഗം മാത്രം നമുക്ക് മതി. ഇതുപോലെ 4/1 ഭാഗം നമ്മൾ എടുത്താൽ മതി. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊപ്രയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു സവാള ഉള്ളി ചെറുതായിട്ട് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. ചീനിച്ചട്ടി എല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഈ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊപ്ര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇനിയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് മൂത്ത് വരികയാകാവൂ, അല്ലാതെ ഇത് ചുമക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വറുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് മസാലയെല്ലാം കരിഞ്ഞു പോകും. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ചൂടോടെ കൂടി തന്നെ നമുക്കൊരല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും കരിഞ്ഞു പോകാതെ ഇരിക്കുകയും ചെയ്യും. നല്ല ഗ്രേവി ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാനും പറ്റും. അതൊന്ന് മല്ലിയും മുളകും എല്ലാം ഒന്ന് കുതിർന്ന് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ചൂടോടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് കുതിർന്ന് വരാനും എളുപ്പമാണ്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പെല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക്
ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കലക്കി എടുത്തിട്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരപ്പ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി അരപ്പും വെള്ളവും എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്കൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. ഇത് മീൻ തിളച്ചതിന് ശേഷം പിന്നെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കരുത്. അങ്ങനെയായാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഈ മീൻ കറിക്ക് നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റാണ് ഇങ്ങനെ കൊപ്ര വറുത്തരച്ച് കറി വെക്കുന്നത്. കൊപ്ര നമ്മൾ ഒരുപാടങ്ങ് വറുക്കത്തില്ല, ഒന്ന് ചെറുതായിട്ട് ചൂട് പിടിപ്പിച്ച് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അസാധ്യ ടേസ്റ്റാണ്. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഇവിടെ കൊപ്ര അരച്ച മീൻകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണിത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.